ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് 9ാം ക്ലാസ് കെമിസ്ട്രിയുടെ 4ാം പാഠമായ പീരിയോഡിക് ടേബിളിൻ്റെ പാർട്ട് 3 വീഡിയോയാണ്. ഇത് ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ വീഡിയോയാണ്. മലയാളം മീഡിയത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നമ്മൾ നോക്കുന്ന ടോപ്പിക്ക് പീരിയോഡിക് ട്രെൻഡ്സ് ഇൻ ദ പീരിയോഡിക് ടേബിൾ. ഇതിനു വേണ്ടി നമുക്ക് ഒന്നാമത്തെ ഗ്രൂപ്പിൽ ആരൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻഷ്യം. ഹൈഡ്രജൻ്റെ ആറ്റം കണ്ടോ, ഇതിലൊരു ഷെല്ലാണ് ഉള്ളത്. ഇനി ലിഥിയത്തിൻ്റെ ആറ്റമോ, ഇതിൽ 2 ഷെല്ലുണ്ട്. ഹൈഡ്രജനേക്കാൾ അതുകൊണ്ട് ലിഥിയം വലുതാണ്. സോഡിയം ലിഥിയത്തിനേക്കാൾ വലുതാണ്, കാരണം സോഡിയത്തിൽ 3 ഷെല്ലുണ്ട്. അതുപോലെ പൊട്ടാസ്യത്തിന് 4 ഷെല്ല്, റുബീഡിയത്തിന് 5 ഷെല്ല്, അങ്ങനെ പോകും. അതിനർത്ഥം ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് പോകുന്തോറും ആറ്റത്തിൻ്റെ വലിപ്പം കൂടിക്കൂടി വരുന്നു. അതിൻ്റെ കാരണം എന്താണ്? ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ കൂടുന്നതനുസരിച്ച് ഷെല്ലുകളുടെ എണ്ണവും കൂടുന്നു. ഈ തന്നിരിക്കുന്നവയിൽ ഏറ്റവും ചെറിയ ആറ്റം ഹൈഡ്രജനും ഏറ്റവും വലിയ ആറ്റം റുബീഡിയവുമാണ്. ഇതുപോലെ നമ്മൾ ഏതൊരു ഗ്രൂപ്പ് എടുത്താലും അതിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ആറ്റത്തിൻ്റെ വലിപ്പം, അതായത് ആറ്റത്തിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നു. ഉദാഹരണത്തിന് കാർബണിനേക്കാൾ വലുതായിരിക്കും സിലിക്കൺ, സിലിക്കണിനേക്കാൾ വലുതായിരിക്കും ജർമേനിയം, അങ്ങനെ പോകും. ഇത് നമ്മൾ പൊതുവെ പറയുന്നതാണ്. അവിടെ ഇവിടെ ചില വ്യത്യാസങ്ങളുണ്ടാകും, അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. പൊതുവെ പറയുമ്പോൾ ഏതൊരു ഗ്രൂപ്പിലും ആറ്റത്തിൻ്റെ വലിപ്പം കൂടിക്കൂടിയാണ് വരിക, അതായത് അറ്റോമിക് സൈസ് ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. ഇനി നമ്മൾ നോക്കുന്നത് ഒരു പീരീഡിൽ ആറ്റത്തിൻ്റെ സൈസ് എങ്ങനെയാണ് എന്നാണ്. അതായത് ഒരു പീരീഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ആറ്റത്തിൻ്റെ സൈസ് കൂടുകയാണോ അതോ കുറയുകയാണോ എന്നാണ് നോക്കുന്നത്. പീരീഡ് 2ലെ എലമെൻറ്റ്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് എലമെൻറ്റ്സിൻ്റെ ആറ്റങ്ങളുടെ വലിപ്പം കുറയുകയാണ് ചെയ്യുന്നത്. അതായത് അറ്റോമിക് സൈസ് ഡിക്രീസസ് അക്രോസ് ദ പീരീഡ്. അക്രോസ് ദ പീരീഡ് എന്ന് പറഞ്ഞാൽ പീരീഡിൽ ഇടത്തു നിന്ന് വലത്തേക്ക് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇടത്തു നിന്ന് വലത്തേക്ക് അറ്റോമിക് സൈസ് കുറയുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവരുടെ ഷെല്ലുകളുടെ എണ്ണം സെയിം അല്ലേ? എല്ലായിടത്തും 2 ഷെല്ലാണ്. അതായത് ഒരു പീരീഡിലുള്ള ആളുകൾക്കെല്ലാം നമ്പർ ഓഫ് ഷെൽസ് സെയിം ആയിരിക്കും. പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ ആറ്റത്തിൻ്റെ സൈസ് ചെറുതായി വരുന്നത്? അതറിയാനായി നമ്മൾ ന്യൂക്ലിയർ ചാർജ് എന്നൊരു വാക്ക് പഠിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിനകത്ത് ചാർജുള്ള പാർട്ടിക്കിൾസ് ഏതാണ്? പ്രോട്ടോൺസ് ആണല്ലേ. അപ്പോൾ ന്യൂക്ലിയർ ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ന്യൂക്ലിയസിനകത്തെ ചാർജ്, അതായത് പ്രോട്ടോണുകളുടെ ചാർജ് തന്നെയാണ്. പ്രോട്ടോണുകൾ പോസിറ്റീവ് ചാർജ് ഉള്ളവയാണെന്ന് നമുക്കറിയാമല്ലോ. പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകൾ ഈ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളെ തന്നിലേക്ക് ആകർഷിക്കും, അതായത് അട്രാക്റ്റ് ചെയ്യും. ന്യൂട്രോണുകളും ന്യൂക്ലിയസിനകത്ത് തന്നെയാണ്. അതിപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ പ്രോട്ടോണുകളുടെ എണ്ണം ഇവിടെ കൂടുതലാണെങ്കിലോ? അതിനർത്ഥം ന്യൂക്ലിയർ ചാർജ് കൂടുതലല്ലേ? അതായത് ഇലക്ട്രോൺസിനെ അട്രാക്റ്റ് ചെയ്യുന്ന ശക്തി കൂടുതലായിരിക്കുമല്ലോ. ഇലക്ട്രോൺസ് നന്നായി അടുത്തേക്ക് വന്ന് ആറ്റം ചുരുങ്ങി ചെറുതാകും. ലിഥിയത്തിന് 3 പ്രോട്ടോണാണുള്ളത്. ബെറിലിയം ആകുമ്പോൾ 4 പ്രോട്ടോണായി. അതായത് ന്യൂക്ലിയർ ചാർജ് കൂടി, അതുകൊണ്ട് തന്നെ ആറ്റം കുറച്ച് ചെറുതായി. അടുത്തത് ബോറോണിന് 5 പ്രോട്ടോൺ. അപ്പോൾ ന്യൂക്ലിയർ ചാർജ് വീണ്ടും കൂടി, ആറ്റം കുറച്ചും കൂടി ചെറുതായി. അതുകൊണ്ടാണ് ഒരു പീരീഡിൽ ഇടത്തു നിന്ന് വലത്തേക്ക് ആറ്റത്തിൻ്റെ വലിപ്പം, അതായത് അറ്റോമിക് സൈസ് ചെറുതാകുന്നത്.
ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ നടുക്ക് നിന്നും ഏറ്റവും അവസാനത്തെ ഷെല്ലിലേക്കുള്ള നീളത്തിനെയാണ് അറ്റോമിക് റേഡിയസ് എന്ന് പറയുക. നമ്മളൊരു സർക്കിൾ വരച്ചാൽ എങ്ങനെയാണോ സർക്കിളിൻ്റെ റേഡിയസ് പറയുന്നത്, അതുപോലെ തന്നെയാണ് ആറ്റത്തിന് അറ്റോമിക് റേഡിയസ്. അപ്പോൾ ഷെല്ലുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് അറ്റോമിക് റേഡിയസും കൂടും. അപ്പോൾ ഇവിടുത്തെ 2 ക്വസ്റ്റ്യൻ നോക്കാം. പീരീഡിൻ്റെ കാര്യമാണ് പറയുന്നത്. ഈസ് ദെയർ ആൻ ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് ഷെൽസ് വിത്ത് ദ ഇൻക്രീസ് ഇൻ അറ്റോമിക് നമ്പർ? നമ്മൾ പീരീഡിൽ കണ്ടു ഷെല്ലുകളുടെ എണ്ണത്തിൽ മാറ്റമൊന്നും ഇല്ലായിരുന്നു. ഒരു പീരീഡിലെ എല്ലാവർക്കും ഒരേ നമ്പർ ഓഫ് ഷെൽസ് ആയിരിക്കും. അപ്പോൾ നോ. ഇനി വാട്ട് ഹാപ്പൻസ് ടു ന്യൂക്ലിയർ ചാർജ് വിത്ത് ദ ഇൻക്രീസ് ഇൻ അറ്റോമിക് നമ്പർ? അറ്റോമിക് നമ്പർ കൂടുമ്പോൾ ന്യൂക്ലിയർ ചാർജിന് എന്ത് പറ്റുന്നു? അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോണുകളുടെ എണ്ണം തന്നെയല്ലേ. അപ്പോൾ അറ്റോമിക് നമ്പർ കൂടുമ്പോൾ പ്രോട്ടോണുകളുടെ എണ്ണം കൂടുന്നു, അതായത് ന്യൂക്ലിയർ ചാർജും കൂടുന്നു. ഇനി നമ്മൾ നോക്കുന്നത് അയണൈസേഷൻ എനർജി എന്ന ടോപ്പിക്കാണ്. ഒരു എക്സാമ്പിൾ വെച്ചത് പറഞ്ഞു തരാം. നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ സോഡിയം ക്ലോറൈഡ് ഉണ്ടാകുന്നത് പഠിച്ചു. സോഡിയം ഒരു ഇലക്ട്രോണിനെ ക്ലോറിന് കൊടുക്കുന്നു. അപ്പോൾ സോഡിയം ഇലക്ട്രോൺ കൊടുക്കുന്നയാളും ക്ലോറിൻ ഇലക്ട്രോൺ വാങ്ങുന്നയാളുമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? വിച്ച് എമംഗ് ദീസ് ആറ്റംസ് ലോസസ് ഇലക്ട്രോൺ? ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നത് ആർക്കാണ്? സോഡിയം അല്ലേ. ഇനി ഇലക്ട്രോൺ കിട്ടുന്നത്, വിച്ച് ആറ്റം ഗെയിൻസ് ഇലക്ട്രോൺസ്? ഇലക്ട്രോൺ കിട്ടുന്നത് ആർക്കാണ് ഇവിടെ? ക്ലോറിന്. ഇലക്ട്രോൺ കൊടുക്കുന്ന ആൾക്ക് പോസിറ്റീവ് ചാർജ് കിട്ടുന്നു, ഇലക്ട്രോൺ വാങ്ങുന്ന ആൾക്ക് നെഗറ്റീവ് ചാർജ് കിട്ടുന്നു. ചാർജ് ഉള്ളവയാണ് അയോൺസ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ന്യൂക്ലിയർ ചാർജ് എന്താണെന്ന് നമുക്കറിയാം. സോഡിയത്തിൻ്റെ ആറ്റത്തിൽ നിന്ന് അവസാനത്തെ ഷെല്ലിലെ ഈ ഒരു ഇലക്ട്രോണിനെ അല്ലേ ഇങ്ങോട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഇലക്ട്രോണിനെ ഈ ആറ്റത്തിൽ നിന്ന് വിടിയിച്ചെടുക്കണമെങ്കിൽ, അതായത് സ്വതന്ത്രമാക്കണമെങ്കിൽ, ഈ ന്യൂക്ലിയർ ചാർജിൽ നിന്ന് അതിനെ രക്ഷപ്പെടുത്തണ്ടേ? നമ്മൾ പറഞ്ഞല്ലോ ന്യൂക്ലിയർ ചാർജ് ഈ ഇലക്ട്രോണുകളെല്ലാം അട്രാക്റ്റ് ചെയ്ത് തന്നിലേക്ക് ആകർഷിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഇലക്ട്രോണിനെ ഇവിടെ നിന്ന് വിടിയിച്ചെടുക്കാനായി എനർജി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ആ എനർജിയെയാണ് അയണൈസേഷൻ എനർജി എന്ന് പറയുക. ഒരാറ്റത്തിൽ നിന്ന് ഇലക്ട്രോൺസിനെ സ്വതന്ത്രമാക്കാനായി ആവശ്യമുള്ള എനർജിയാണ്. ഒരു ഡെഫിനിഷനായിട്ട് എഴുതുകയാണെങ്കിൽ നമ്മളിത് ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള ആറ്റത്തെ പറ്റിയാണ് പറയുക. അതായത് വാതകം. ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു ലിബറേറ്റ് എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമാക്കുക എന്നാണ്. ദ മോസ്റ്റ് ലൂസ്ലി ബൗണ്ട് ഇലക്ട്രോൺ ഫ്രം ദ ഔട്ടർ മോസ്റ്റ് ഷെൽ. എവിടെ നിന്നാണ് ഇലക്ട്രോണിനെ വിടിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ? ഏറ്റവും അവസാനത്തെ ഷെല്ലിലെ ഇലക്ട്രോണിനെ മാത്രമേ സ്വതന്ത്രമാക്കാൻ പറ്റുകയുള്ളൂ. ഓഫ് ആൻ ഐസൊലേറ്റഡ് എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന എന്നാണ്. ഗേഷ്യസ് ആറ്റം ഓഫ് ആൻ എലമെൻറ്റ് ഈസ് കോൾഡ് ഇറ്റ്സ് അയണൈസേഷൻ എനർജി. അപ്പോൾ ആർക്കാണ് അയണൈസേഷൻ എനർജി കൂടുതൽ വേണ്ടത്? സോഡിയത്തിനാണോ ക്ലോറിനാണോ? നമുക്ക് പെട്ടെന്ന് ആലോചിച്ചാൽ തന്നെ അറിയാം, സോഡിയം ഇലക്ട്രോണിനെ കൊടുക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഈ ഇലക്ട്രോണിനെ ഇവിടെ നിന്ന് വിടിയിച്ചെടുക്കാൻ കുറച്ച് എനർജി കൊടുത്താൽ മതി. അയണൈസേഷൻ എനർജി കുറവ് മതി. ക്ലോറിൻ ഇലക്ട്രോണിനെ കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, വാങ്ങാനാണ് ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവസാനത്തെ ഷെല്ലിൽ നിന്ന് ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുത്തി കളയണമെങ്കിൽ ക്ലോറിന് ഒരുപാട് എനർജി വേണം. കാരണം എന്താ? ക്ലോറിന് ഇത് കൊടുക്കാൻ ഇഷ്ടമില്ലല്ലോ. അയണൈസേഷൻ എനർജി കൂടുതൽ വേണം. സോഡിയത്തിന് അയണൈസേഷൻ എനർജി കുറവാണ്. ഇങ്ങോട്ട് വരുമ്പോൾ ക്ലോറിന് കൂടുതലാണ്. അതിനർത്ഥം പീരീഡിൽ ഇടത്തു നിന്ന് വലത്തേക്ക് അയണൈസേഷൻ എനർജി കൂടുന്നു എന്നല്ലേ? എന്തെങ്കിലും ഒരു കാര്യം പീരീഡിൽ ഇടത്തു നിന്ന് വലത്തേക്ക് കൂടുകയാണെങ്കിൽ അത് ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് കുറയുകയാണ് ചെയ്യുക. അല്ലെങ്കിൽ തിരിച്ചും, ഇടത്തു നിന്ന് വലത്തേക്ക് പീരീഡിൽ കുറയുന്ന ഒരു കാര്യം ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് കൂടുകയാണ് ചെയ്യുക. അത് ഓപ്പോസിറ്റായിട്ടാണ് എപ്പോഴും വരുന്നത്. അയണൈസേഷൻ എനർജി 2 ഫാക്ടേഴ്സിനെ, അതായത് 2 കാര്യങ്ങളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്.
ഒന്നാമത്തത് ന്യൂക്ലിയർ ചാർജ്, രണ്ടാമത്തത് സൈസ് ഓഫ് ആറ്റം, അതായത് ആറ്റത്തിൻ്റെ വലിപ്പം. അങ്ങനെയാണെങ്കിൽ ആറ്റത്തിൻ്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് അയണൈസേഷൻ എനർജി കൂടുകയാണോ കുറയുകയാണോ ചെയ്യുക? അതിനെപ്പറ്റി നമുക്ക് വിശദമായി നോക്കാം. നമുക്കൊരു ആറ്റം വരയ്ക്കാം. ഇത് ന്യൂക്ലിയസ് ആണ്. ഇതിൽ കുറേ പ്രോട്ടോണുകൾ ഉണ്ടെന്നിരിക്കട്ടെ. ഇതൊരു വലിയ ആറ്റമാണ്, അതായത് ഇതിന് കുറേ ഷെല്ലുകളുണ്ട്. അതിൻ്റെ ഏറ്റവും പുറത്തെ ഷെല്ലാണ് ഞാൻ ഈ വരച്ചിരിക്കുന്നത്. ഇതിൽ ഇലക്ട്രോണുകളുണ്ട്. ഈ ഇലക്ട്രോണിനെ ഈ ആറ്റത്തിൽ നിന്ന് സ്വതന്ത്രമാക്കാനാണ് അയണൈസേഷൻ എനർജി കൊടുക്കേണ്ടത് എന്നിരിക്കട്ടെ. ഈ ഇലക്ട്രോൺ ന്യൂക്ലിയസിൽ നിന്ന് ഒരുപാട് അകലത്തിലാണല്ലോ. അതായത് ഈ പ്രോട്ടോണുകളുടെ അട്രാക്ഷൻ, അതായത് ആകർഷണം ഈ ഇലക്ട്രോണിന് കുറച്ചേ കിട്ടുകയുള്ളൂ. എന്തുകൊണ്ടാണ്? ഇവിടെ അകലം കൂടുതലായതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ന്യൂക്ലിയർ ചാർജിൻ്റെ ശക്തിയിൽ നിന്ന് ഇതിനെ എളുപ്പം വിടിവിച്ചെടുക്കാൻ, സ്വതന്ത്രമാക്കാൻ പറ്റും. കാരണം ഇവിടെ ആ അട്രാക്റ്റീവ് ഫോഴ്സ് കുറവാണ്. അപ്പോൾ അതിനർത്ഥം ഇതിനെ എളുപ്പം വിടിവിച്ചെടുക്കാമെങ്കിൽ കുറച്ച് എനർജി കൊടുത്താൽ മതിയല്ലോ. കുറച്ച് അയണൈസേഷൻ എനർജി കൊടുക്കുമ്പോൾ തന്നെ ഇലക്ട്രോണിനെ വിട്ടുകിട്ടും. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? വലിയ ആറ്റമാണെങ്കിൽ അയണൈസേഷൻ എനർജി കുറവ് മതി. അതായത് ആറ്റത്തിൻ്റെ വലിപ്പം കൂടുന്തോറും അയണൈസേഷൻ എനർജിയുടെ ആവശ്യം കുറയും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? വെൻ ദ സൈസ് ഓഫ് ആൻ ആറ്റം ഇൻക്രീസസ്, അതായത് ആറ്റത്തിൻ്റെ വലിപ്പം കൂടുമ്പോൾ ഡസ് ദ അട്രാക്ഷൻ ഓഫ് ദ ന്യൂക്ലിയസ് ഓൺ ദ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ഇൻക്രീസ് ഓർ ഡിക്രീസ്? ന്യൂക്ലിയസ് ഏറ്റവും പുറത്തെ ഷെല്ലിലെ ഇലക്ട്രോണിന് കൊടുക്കുന്ന അട്രാക്ഷൻ, ആകർഷണ ബലം കൂടുകയാണോ കുറയുകയാണോ ചെയ്യുക? കുറയുകയല്ലേ നമ്മളിപ്പോൾ കണ്ടു. ഡിക്രീസസ്. അപ്പോൾ അയണൈസേഷൻ എനർജിയോ? വലിയ ആറ്റമാണെങ്കിൽ അയണൈസേഷൻ എനർജിയും കുറയുന്നു, ഡിക്രീസസ്. ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് ആറ്റത്തിൻ്റെ വലിപ്പം കൂടിക്കൂടി വരുന്നു എന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് അയണൈസേഷൻ എനർജി കുറഞ്ഞു കുറഞ്ഞല്ലേ വരിക? കാരണം ഏറ്റവും വലിയ ആറ്റത്തിനാണ് ഏറ്റവും കുറവ് അയണൈസേഷൻ എനർജി. Can you find out how ionization energy changes as we move from top to bottom in a group? അതുകൊണ്ട് ഒരു ഗ്രൂപ്പിൽ അയണൈസേഷൻ എനർജി മുകളിൽ നിന്ന് താഴേക്ക് കുറയുന്നു, ഡിക്രീസസ്. ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് എന്തെങ്കിലും കുറയുകയാണെങ്കിൽ പിരീഡിൽ ഇടത്തു നിന്ന് വലത്തേക്ക് അത് എന്തായിരിക്കും? കൂടുകയായിരിക്കും. അത് ഞാൻ പറഞ്ഞല്ലോ, അത് ഓപ്പോസിറ്റ് ആയിട്ടാണ് വരിക. What is the general trend in the variation of ionization energy on moving across a period from left to right? എന്തായിരിക്കും? Increases. ഇനി ചോദിച്ചിരിക്കുന്നത് what is the relationship between metallic character and the size of an atom? അതായത് ആറ്റത്തിൻ്റെ വലിപ്പവും മെറ്റാലിക് ക്യാരക്ടറും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മൾ പറഞ്ഞായിരുന്നു, വലിയ ആറ്റമാണെങ്കിൽ അവസാനത്തെ ഷെല്ലിൽ നിന്ന് ഇലക്ട്രോണിനെ എളുപ്പത്തിൽ വിടിയിച്ച് കിട്ടും. ഇലക്ട്രോണിനെ കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നതിനെ തന്നെയാണ് മെറ്റാലിക് ക്യാരക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇലക്ട്രോണിനെ വാങ്ങാൻ ഇഷ്ടപ്പെടുന്നതിനെയാണ് നോൺ മെറ്റാലിക് ക്യാരക്ടർ എന്ന് പൊതുവെ പറയുന്നത്. അതിനർത്ഥം വലിയ ആറ്റമാണെങ്കിൽ ഇലക്ട്രോണിനെ എളുപ്പം കൊടുക്കുന്നത് കൊണ്ട് വലിയ ആറ്റമാണെങ്കിൽ മെറ്റാലിക് ക്യാരക്ടർ കൂടുതലായിരിക്കും. അപ്പോൾ ആറ്റത്തിൻ്റെ വലിപ്പം കൂടുന്നതനുസരിച്ച് മെറ്റാലിക് ക്യാരക്ടർ കൂടുന്നു. അതുകൊണ്ട് തന്നെ നോൺ മെറ്റാലിക് ക്യാരക്ടർ കുറയുന്നു. എങ്ങനെ എഴുതാം? വെൻ സൈസ് ഇൻക്രീസസ് മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസസ്. മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യുമ്പോൾ നോൺ മെറ്റാലിക് ക്യാരക്ടർ ഡിക്രീസ് ചെയ്യുന്നു. നമുക്കറിയാം, ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക്, അതായത് ടോപ്പ് ടു ബോട്ടം, ആറ്റത്തിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഗ്രൂപ്പിൽ ടോപ്പ് ടു ബോട്ടം, അതായത് മുകളിൽ നിന്ന് താഴേക്ക് മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യുന്നു.
അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഫൈൻഡ് ഹൗ ദ മെറ്റാലിക് ക്യാരക്ടർ ഓഫ് ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻറ്റ്സ് വേരീസ് ഓൺ മൂവിങ് ഫ്രം ടോപ്പ് ടു ബോട്ടം ഇൻ ദ ഗ്രൂപ്പ്. അവർ ഒന്നാമത്തെ ഗ്രൂപ്പിൻ്റെ എലമെൻറ്റ്സ് എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതിൽ കാര്യമില്ല, ഏത് ഗ്രൂപ്പാണെങ്കിലും ഒരുപോലെ തന്നെയാണ്. ഇൻക്രീസസ് ടോപ്പ് ടു ബോട്ടം ഇൻക്രീസ് ചെയ്യുന്നുവെങ്കിൽ പീരീഡിലോ? പീരീഡിൽ ലെഫ്റ്റ് ടു റൈറ്റ് ഡിക്രീസാണ് ചെയ്യുക. പീരീഡിൽ ലെഫ്റ്റ് ടു റൈറ്റ് ആറ്റത്തിൻ്റെ വലിപ്പം കുറഞ്ഞു കുറഞ്ഞല്ലേ വരിക. അപ്പോൾ മെറ്റാലിക് ക്യാരക്ടറും അതിനനുസരിച്ച് കുറഞ്ഞു കുറഞ്ഞു വരുന്നു എന്ന് പറയാമല്ലോ. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് അയണൈസേഷൻ എനർജിയും മെറ്റാലിക് ക്യാരക്ടറും നോൺ മെറ്റാലിക് ക്യാരക്ടറും ഒക്കെ തമ്മിലുള്ള ബന്ധമാണ്. ആറ്റത്തിൻ്റെ വലിപ്പം കൂടുതലാണെങ്കിൽ അയണൈസേഷൻ എനർജി കുറവ് മതി എന്നാണ് നമ്മൾ പഠിച്ചത്. അതായത് ആറ്റത്തിൻ്റെ വലിപ്പം കൂടുതലാണെങ്കിൽ മെറ്റാലിക് ക്യാരക്ടർ കൂടുതലാണല്ലോ. അപ്പോൾ കൂടുതൽ മെറ്റാലിക് ക്യാരക്ടർ ഉള്ളവർക്ക് കുറച്ച് അയണൈസേഷൻ എനർജി മതി. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഹൈ അയണൈസേഷൻ എനർജി, അതായത് കൂടുതൽ അയണൈസേഷൻ എനർജി ഉള്ളവർ മെറ്റാലിക് ആണോ നോൺ മെറ്റാലിക് ആണോ? നോൺ മെറ്റാലിക് ആയിരിക്കും. അതുപോലെ കുറവ് അയണൈസേഷൻ എനർജി ഉള്ളവർ മെറ്റാലിക് ആയിരിക്കും. ഇനി നമ്മൾ നോക്കുന്നത് ഇലക്ട്രോ നെഗറ്റിവിറ്റിയാണ്. നമ്മൾ കഴിഞ്ഞ പാഠങ്ങളിൽ പഠിച്ചിരുന്നു ഫ്ലൂറിനാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ഗ്രൂപ്പിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി താഴേക്ക് വരുംതോറും കൂടുകയാണോ കുറയുകയാണോ ചെയ്യുക? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏറ്റവും കൂടുതൽ ഫ്ലൂറിനാണ്. അപ്പോൾ താഴത്തേക്ക് വരുമ്പോൾ ഇനിയും കൂടാൻ പറ്റുമോ? ഇല്ല. അതിനർത്ഥം താഴോട്ട് വരുംതോറും ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറയുന്നു. അതായത് ഏതൊരു ഗ്രൂപ്പിലെടുത്താലും ഡൗൺ ദി ഗ്രൂപ്പ് ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറയുന്നു. അപ്പോൾ പീരീഡിൽ ലെഫ്റ്റ് ടു റൈറ്റ് എങ്ങനെയായിരിക്കും? ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുന്നു. ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഹൗ ഡസ് ഇലക്ട്രോ നെഗറ്റിവിറ്റി വേരി ഫ്രം ടോപ്പ് ടു ബോട്ടം ഇൻ എ ഗ്രൂപ്പ്? ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് ഇലക്ട്രോ നെഗറ്റിവിറ്റിക്ക് എന്താണ് സംഭവിക്കുക? കുറയുന്നു, ഡിക്രീസസ്. ഇനി വാട്ട് ഹാപ്പൻസ് വെൻ വി മൂവ് അക്രോസ് എ പീരീഡ്? പീരീഡിൽ ലെഫ്റ്റ് ടു റൈറ്റ് എന്താണ് സംഭവിക്കുക? കൂടുന്നു, ഇൻക്രീസസ്. ഇനി ചോദിച്ചിരിക്കുന്നത് വേർ വിൽ ബി ദ പൊസിഷൻ ഓഫ് എലമെൻറ്റ്സ് വിത്ത് ഹൈ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഇൻ ദ പീരിയോഡിക് ടേബിൾ? അതായത് പീരിയോഡിക് ടേബിളിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉള്ളവർ ഏത് ഭാഗത്താണ് ഇരിക്കുന്നത്? നമുക്കറിയാം അത് ഫ്ലൂറിൻ ഇരിക്കുന്ന ഭാഗമാണ്. അപ്പോൾ ഫ്ലൂറിനൊക്കെ ഇരിക്കുന്ന ഭാഗം ഏതാണ്? പീരിയോഡിക് ടേബിളിൻ്റെ റൈറ്റ് സൈഡാണ്. ബ്രാക്കറ്റിൽ നമുക്ക് ഗ്രൂപ്പ് 17 എന്ന് എഴുതാം. ഫ്ലൂറിൻ ഗ്രൂപ്പ് 17-ലാണല്ലോ. അതുപോലെ വാട്ട് അബൌട്ട് ദ പൊസിഷൻ ഓഫ് എലമെൻറ്റ്സ് വിത്ത് ലോ ഇലക്ട്രോ നെഗറ്റിവിറ്റി? ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവുള്ളവർ എവിടെയാണ്? പീരിയോഡിക് ടേബിളിൻ്റെ ഇടത്ത് വശത്തായിരിക്കുമല്ലോ. ഏറ്റവും കൂടുതലുള്ളവർ വലത്തുവശത്തല്ലേ. അപ്പോൾ ഇൻ ദ ലെഫ്റ്റ് സൈഡ് ഗ്രൂപ്പ് 1-ൻ്റെയൊക്കെ ഭാഗത്താണ് വരുന്നത്. അതായത് ഇലക്ട്രോ നെഗറ്റിവിറ്റി പീരീഡിൽ ഇടത്തുനിന്ന് വലത്തേക്ക് കൂടുന്നത് കൊണ്ട് അത് ഏറ്റവും കുറവ് ഇടത്ത് വശത്ത് ഗ്രൂപ്പ് 1-ലും ഏറ്റവും കൂടുതൽ വലത്ത് വശത്തുമാണെന്ന് പറയാം. എന്നാൽ വലത്ത് വശത്ത് ഗ്രൂപ്പ് 18-ലല്ല ഏറ്റവും കൂടുതൽ. നമുക്കറിയാം ഫ്ലൂറിനാണ് ഏറ്റവും കൂടുതൽ. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് 17 എഴുതേണ്ടത്. ഗ്രൂപ്പ് 18 എന്ന് പറഞ്ഞാൽ നോബിൾ ഗ്യാസസ് ആണ്. അവർക്ക് ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവായിരിക്കും. പക്ഷെ നമ്മൾ പൊതുവെ പറയുമ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുന്നു എന്ന് പറയുന്നു എന്നേ ഉള്ളൂ. വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇലക്ട്രോ നെഗറ്റിവിറ്റി ആൻഡ് സൈസ് ഓഫ് ആൻ ആറ്റം? നമുക്കറിയാം ഒരു പീരീഡിൽ ഇടത്തുനിന്ന് വലത്തേക്ക് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുന്നു, ആറ്റത്തിൻ്റെ സൈസോ കുറയുന്നു. നമ്മൾ പഠിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ അതിനർത്ഥം ആറ്റത്തിൻ്റെ സൈസ് എപ്പോഴാണോ കുറയുന്നത് അപ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുന്നു. അത് രണ്ടും ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത് എന്നല്ലേ? വെൻ സൈസ് ഓഫ് ആറ്റം ഇൻക്രീസസ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിക്രീസസ്. മെറ്റലുകൾ ഇലക്ട്രോണുകളെ കൊടുക്കാൻ താല്പര്യമുള്ളവരാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ.
അങ്ങനെ മെറ്റലുകൾ ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തി പോസിറ്റീവ് അയോണുകളാകുന്നതുകൊണ്ട് അവരെ ഇലക്ട്രോ പോസിറ്റീവ് എലമെൻറ്റ്സ് എന്ന് പറയുന്നു. നോൺ മെറ്റലുകളോ ഇലക്ട്രോണിനെ വാങ്ങി നെഗറ്റീവ് അയോണുകളാകുന്നത് കൊണ്ട് ഇലക്ട്രോ നെഗറ്റീവ് എലമെൻറ്റ്സ് എന്ന് പറയുന്നു. ഇത് എളുപ്പത്തിൽ ഓർത്തിരിക്കാം. ഇലക്ട്രോൺ വാങ്ങുമ്പോൾ നെഗറ്റീവ് ചാർജ് കിട്ടുന്നത് കൊണ്ട് നോൺ മെറ്റൽസ് ഇലക്ട്രോ നെഗറ്റീവ് എലമെൻറ്റ്സ്. ഇലക്ട്രോൺ കൊടുക്കുമ്പോൾ പോസിറ്റീവ് ചാർജ് ആണല്ലോ കിട്ടുക, അപ്പോൾ മെറ്റൽസ് ഇലക്ട്രോ പോസിറ്റീവ് എലമെൻറ്റ്സ്. ഇതിൽ നിന്ന് തന്നെ നമുക്കറിയാം ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതൽ ആർക്കാണ്? നോൺ മെറ്റൽസിനാണ്. മെറ്റൽസിന് ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവാണ്. അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഈസ് ദെയർ എനി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇലക്ട്രോ നെഗറ്റിവിറ്റി ആൻഡ് മെറ്റാലിക് നോൺ മെറ്റാലിക് ക്യാരക്ടേഴ്സ്? എങ്ങനെ എഴുതാം? വെൻ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഇൻക്രീസസ് എന്ത് ക്യാരക്ടറാണ് കൂടുക? നോൺ മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസസ്. അങ്ങനെയാണെങ്കിൽ ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് എലമെൻറ്റ് മെറ്റലാണോ നോൺ മെറ്റലാണോ? നോൺ മെറ്റൽ. ലോ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉള്ളതോ? മെറ്റലാണ്. മെറ്റലിൻ്റെയും നോൺ മെറ്റലിൻ്റെയും സ്വഭാവം അതായത് പ്രോപ്പർട്ടീസ് ഉള്ളവരാണ് മെറ്റലോയിഡ്സ് എന്ന് പറയുക. ഉദാഹരണത്തിന് സിലിക്കൺ, ജെർമേനിയം, ആഴ്സനിക്, ആൻറ്റിമണി, ടെലൂറിയം തുടങ്ങിയവർ. അപ്പോൾ സൈസ് ഓഫ് ആറ്റം ഡൗൺ ദ ഗ്രൂപ്പ് അതായത് ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് കൂടുന്നു, ഇൻക്രീസസ്. അപ്പോൾ എക്രോസ് ദ പീരീഡ് അതായത് പീരീഡിൽ ഇടത്തു നിന്ന് വലത്തേക്ക് എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും, കുറയുന്നു. മെറ്റാലിക് ക്യാരക്ടർ ഡൗൺ ദ ഗ്രൂപ്പ് കൂടുന്നു, ഇൻക്രീസസ്. അപ്പോൾ പീരീഡിൽ ഡിക്രീസസ്. നോൺ മെറ്റാലിക് ക്യാരക്ടർ തിരിച്ചായിരിക്കും, ഗ്രൂപ്പിൽ കുറയുന്നു, പീരീഡിൽ കൂടുന്നു. കുറയുന്നു എന്ന് പറയുമ്പോൾ ഡിക്രീസസ് എന്നാണ് ഇംഗ്ലീഷിൽ കേട്ടോ. കൂടുന്നു എന്ന് പറഞ്ഞാൽ ഇൻക്രീസസ്. അയണൈസേഷൻ എനർജി ഗ്രൂപ്പിൽ എന്ത് ചെയ്യുന്നു? കുറയുന്നു, ഡിക്രീസസ്. പീരീഡിൽ കൂടുന്നു, ഇൻക്രീസസ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഗ്രൂപ്പിൽ കുറയുന്നു, ഡിക്രീസസ്. പീരീഡിൽ കൂടുന്നു, ഇൻക്രീസസ്. ഈ പാഠത്തിൻ്റെ ലെറ്റസ് അസസ് എന്ന പാർട്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്യണേ.